അപ്പോൾ ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നോക്കാം, 18 വരെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറ് അത് മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ടും ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ എണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു. ഇതിൽ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് കയറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് സമുദ്രത്തിൽ നിന്ന് കയറി എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അത് ആത്മീയ മണ്ഡലം കൂടി അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. ഈ 2 കൊമ്പുകൾ ഏതാണെന്നുള്ളതാണ്. ഇത് 2 സഖ്യകക്ഷികളാണ്. അമേരിക്കയും ബ്രിട്ടനും ചേർന്ന സഖ്യകക്ഷികൾ. അവർ ലോകാരോഗ്യ സംഘടന, ലോക കോടതി, ലോക സമാധാനത്തിന് നിലകൊള്ളുന്ന ഐക്യരാഷ്ട്രസഭ എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ആ വലിയ പ്രസ്ഥാനം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 2 സാമ്രാജ്യങ്ങളും നിലനിൽക്കുന്നത്. അതിൻ്റെ ആത്മീയ വശം പോപ്പും അതിൽ ഭാഗമാക്കാം. അവരാണിന്ന് ഭൂമിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ അവരാണ് മുൻപോട്ട് ഇറങ്ങുന്നത്. അമേരിക്കയും ബ്രിട്ടനുമാണ് ഈ 2 കൊമ്പുകൾ. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. മഹാസർപ്പം റോമൻ സാമ്രാജ്യത്തിൻ്റെ നിലവിലുള്ള ബാക്കി ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി. ഒന്നാമത്തെ മൃഗം എന്ന് പറഞ്ഞത് യുഎനും ഈ സഖ്യ കക്ഷികളും അതിൻ്റെ മുമ്പാകെ അവരുടെ അധികാരങ്ങൾ നടത്താൻ അവർക്ക് പവറുണ്ട്. അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കാനും അഭിപ്രായങ്ങൾ പാസാക്കാനും അവർക്കും അധികാരമുണ്ട്.
അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറ് അത് മനുഷ്യർ കാണെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. അത് അവരുടെ അധികാരത്തിൻ്റെ ശക്തി പ്രകടനങ്ങളെ വർണ്ണിക്കുന്നതാണ്. ആകാശത്ത് നിന്ന് തീയിറങ്ങുമാറ് അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ ആ വശത്തെക്കുറിച്ചാണ്. അത് മരണകരമായ മുറിവെ പുറത്തുണ്ടായ ഒന്നാമത്തെ മൃഗം. ആദ്യം ഐക്യരാഷ്ട്ര സഭ അതിൻ്റെ ശക്തി ഒന്ന് ക്ഷയിച്ചായിരുന്നു. വീണ്ടും അതിന് ശക്തി തിരികെ വന്നു. ആ പ്രസ്ഥാനത്തെ അതിനെ അനുസരിക്കുവാൻ ഭൂവാസികൾക്ക് ആജ്ഞ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ അനുസരിച്ചോളണം എന്നുള്ളതാണ്. വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. അടയാളങ്ങൾ എന്താ? അടയാളം എന്ന് പറഞ്ഞാൽ അധികാരങ്ങളാണ്. അത് അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ, ഐക്യരാഷ്ട്ര സഭയുടെ മുമ്പിൽ അമേരിക്കയും ബ്രിട്ടനും അവരുടെ ശക്തികൾ, അവരുടെ അഭിപ്രായങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുവാനും അവർക്ക് അധികാരമുണ്ട്. ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. പ്രതിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രസ്ഥാനങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ചു കൊള്ളണം. ഇത് വലിയ ഒരു ഭരണവ്യവസ്ഥിതിയാണ്. ഇതിൻ്റെ ആരംഭം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ആരംഭിച്ചതാണ്. അതിൻ്റെ ആദ്യ ഭാഗം റോമൻ സാമ്രാജ്യവും തുടർന്ന് വരുന്ന ആത്മീയ റോമായും, പിന്നീട് അത് വളർന്ന് ഐക്യരാഷ്ട്ര സഭയുമായിട്ട് ബന്ധപ്പെടുന്നു. പിന്നീട് അതിൻ്റെ ഭാഗമായി ഈ സഖ്യ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഇതിനോട് ചേരുന്നു. അപ്പോൾ ഈ കൂട്ടായ്മയിലൊന്നും ക്രിസ്തുവിനെയോ ദൈവത്തെയോ ദൈവത്തിൻ്റെ വചനങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. പോപ്പ അധ്യക്ഷനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആത്മീയ മേഖല ഇവിടെ വിഷയമല്ല. എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. നിലവിലുള്ള എല്ലാ രാഷ്ട്രീയങ്ങളുടെയും നിയന്ത്രിക്കുന്നത് പിശാചാണ്. പിശാചും അവൻ്റെ ദൂതന്മാരുമാണ് ഈ രാഷ്ട്രീയ ശക്തികളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങളായിട്ടാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം തീരുന്നത്. മനുഷ്യന് ശാശ്വതമായ നന്മയും ശാന്തിയും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുവാനൊന്നും ഈ ഭരണവ്യവസ്ഥകൾക്കൊന്നും സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഭാവിയിൽ ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോഴുള്ള മഹത്വങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അതിനു മുമ്പുള്ള എല്ലാ ഭരണകൂടങ്ങളുടെയും ആ അപര്യാപ്തത, ന്യൂനത, അതിൻ്റെ കുറവുകൾ, ഇതെല്ലാം മനുഷ്യരാശി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളൊന്നും അനുഗ്രഹത്തിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുവരുന്നില്ല. ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച യുദ്ധത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അതെല്ലാ കാലവും ഇങ്ങനെ നിലനിന്ന് പോകണം. ഇതാണ് ദൈവരാജ്യമെന്നാണ്. ഇത് ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യം ഇവിടെ നിലനിന്നാൽ പിന്നെ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ.
ഇവിടെ ഭരണമുണ്ടല്ലോ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാക്കാനുള്ള ഭരണം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഭൂവാസികളെ നിർബന്ധിക്കുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു. ആർക്കാ? ഈ സഖ്യ കക്ഷികൾക്ക്. ഈ മൃഗത്തിൻ്റെ പ്രതിമ, മൃഗമേതാ? മൃഗം പാപ്പാധിപത്യമാണ്. ആ ആധിപത്യം അതിൻ്റെ ശക്തിയും ബലവും UN കൊടുത്തു. UN അതിൻ്റെ ശക്തി ബലവും കുറേ ഈ സഖ്യകക്ഷികൾക്ക് കൊടുത്തു. ഇവരിങ്ങനെ പങ്കിട്ടായിപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം ആ ഭൂവാസികളിതെല്ലാം അനുസരിച്ചോളണം. ഇതെല്ലാം അനുസരിക്കാത്തവരെ കൊന്നുകളയും. അതിന് കൊല്ലാനും അധികാരമുണ്ട്. ഇത് ദൈവത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അധികാരങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ ദാസന്മാരെയും യഥാർത്ഥമായ സത്യം പറയുന്ന തൻ്റെ വിശുദ്ധന്മാരെയും കൊല്ലുന്ന പാരമ്പര്യം ആദിമ നാമധേയ സഭയിൽ ഉടലെടുത്ത അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അക്ഷരാർത്ഥത്തിലും കൊല്ലും, ആത്മീയാർത്ഥത്തിലും കൊല്ലും. ആത്മീയാർത്ഥത്തിൽ എങ്ങനെയാണ് കൊല്ലണേ? ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സത്യം മനുഷ്യൻ മനസ്സിലാക്കാത്ത വിധത്തിൽ ആ ആത്മീയ മേഖല നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു. ഇത് കത്തോലിക്ക അച്ഛനാണെന്നോ അദ്ദേഹം പറഞ്ഞത്, ബൈബിളല്ല ആദ്യം ഉണ്ടായത് സഭയാണ്. ഏത് സഭ? കത്തോലിക്ക സഭ. അത് 1-ാം നൂറ്റാണ്ടിലുണ്ടായതാണ്. അതും ശരിയാണ്, 1-ാം നൂറ്റാണ്ട് മുതലുണ്ടായതാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലുണ്ടായ സഭ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത് എന്ന് അച്ഛന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അച്ഛന് സഭ വളർത്തണമെന്നേ ഉള്ളൂ. ഇവിടെ അപ്പസ്തോലന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം 1-ാം നൂറ്റാണ്ട് മുതൽ പ്രചരിപ്പിച്ചു. ആ സുവിശേഷത്തിൽ നിന്നുണ്ടായ സഭകളുള്ളൂ. അതിൽ അപ്പസ്തോലന്മാരുടെ കാലശേഷം അസത്യങ്ങൾ വിളമ്പിയ സഭയുണ്ട്. അതവരുടെ സ്വന്തമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ വഴിതിരിച്ചു വിട്ട സഭ. അപ്പോഴും ഈ സത്യത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന യഥാർത്ഥ ഭക്തന്മാരെ അവിടെ മുതൽ കൊല്ലുവാൻ തുടങ്ങി. ക്രിസ്തുമത പീഡ എന്ന് പറയും. അത് നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ്. വേദപുസ്തകത്തെ കഴിഞ്ഞും വലിയ സഭയാണ് ഞങ്ങളുടെ സഭ. വേദപുസ്തകത്തിൻ്റെ 2 ഭാഗം, ഒന്ന് പഴയ നിയമം, ഒന്ന് പുതിയ നിയമമാണ്. പഴയ നിയമം ക്രിസ്തു വരുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അത് ബൈബിളിലുള്ളതല്ലേ. 27 പുസ്തകങ്ങളല്ലേ സുവിശേഷം കൊണ്ട് പിന്നെ എഴുതിയിരിക്കുന്നത്. ഇതിനു മുമ്പ് സഭ ഉണ്ടാകത്തക്ക രീതിയിൽ, ഈ ബൈബിൾ എഴുതുന്നതിന് മുമ്പ് സഭ ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു നിയമം ഇവിടെ ഏതാ ഉള്ളത്? ഒരു നിയമവും ഇല്ല. അത് ന്യായപ്രമാണ പ്രകാരമുള്ള നിയമങ്ങളാണ്. അതിനറുതി വന്നു. യോഹന്നാൻ സ്നാപകൻ്റെ കാലത്തോടുകൂടി പഴയ നിയമ വ്യവസ്ഥിതികൾക്ക് അറുതി വന്നു. എന്നാലും പഴയ നിയമത്തിലെ പൗരോഹിത്യ പ്രകാരമുള്ള പൗരോഹിത്യം, പുതിയ നിയമത്തിലുള്ള പൗരോഹിത്യം, ഇത് ഏത് പൗരോഹിത്യമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. 2 തലത്തിലാണ് പുരോഹിതന്മാരെ വാഴിക്കുവാൻ വേദപുസ്തകത്തിൽ നിയമമുള്ളൂ. ഒന്ന് അഹരോന്റെ ക്രമപ്രകാരം, രണ്ടാമത് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം.
അവനവൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തുവിന് പോലും പുരോഹിതനായിരിക്കാൻ കഴിയില്ല. യേശുക്രിസ്തു യഹൂദാഗോത്രത്തിൻ്റെ രാജൻ. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ യേശുക്രിസ്തു ആണെന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുന്ന പുരോഹിതന്മാർ ഏത് ക്രമപ്രകാരമാണ് വന്നിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിന് അറുതി വന്നു എന്നാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ പ്രാപിച്ചിരിക്കുന്നു. ഇത്രയും അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ പ്രാപിച്ച സത്യസഭയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്ന സഭയാണെങ്കിൽ മരിച്ച ഒരാളെയെങ്കിലും ഇതുവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇവിടെ ഒരു സഭക്കാരനും സാധിച്ചില്ല. ബാക്കിയെല്ലാം അത്ഭുതങ്ങളും ചെയ്തെന്ന് പറയും. അപ്പോൾ വ്യാജമായ ചില ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മതം വളർത്താനും പ്രസ്ഥാനം വളർത്താനും വേദപുസ്തകം കരുവാക്കുന്ന നാമധേയ മാർഗങ്ങളാണ് ഇവിടെ ഇന്നും നിലകൊള്ളുന്നത്. ഇതിൻ്റെ എല്ലാം ന്യായവിധിയുടെ കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലെല്ലാം വിവരിച്ചിരിക്കുന്നത്. അപ്പോസ്തോലിക പിന്തുടർച്ചയാണ്. യേശു ദൈവപുത്രനാണെന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വന്ന സഭകൾ യേശു ദൈവമാണെന്ന് പഠിപ്പിച്ചു. ദൈവമാണ് ക്രൂശിൽ മരിച്ചതെന്ന് പഠിപ്പിച്ചു. ഈ വിധത്തിൽ വികലമായ കാര്യങ്ങൾ പഠിപ്പിച്ചു. സത്യം അവിടെ അസ്തമിക്കുന്ന അവസ്ഥയിലായി. 2-3 നൂറ്റാണ്ടുകളിലൊന്നും ഈ സത്യം ഇവിടെ ഇല്ലായിരുന്നു. കൈവെപ്പിനാൽ കിട്ടിയ സത്യമൊക്കെ പോയി. അസത്യം ഇവിടെ വളർന്നുകൊണ്ടിരുന്നു. പിന്നെയാണ് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഈ സത്യങ്ങൾ പിന്നീടാണ് വെളിപ്പെട്ടത്. അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ അതിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇത് വരുന്നതേ ഉള്ളൂ. ഈ വ്യാജപ്രസ്ഥാനങ്ങളുടെ എല്ലാം സമ്മർദ്ദങ്ങളും അധികാരം കൊണ്ട് ഇവിടെ വലിയൊരു മാറ്റം വരാൻ പോകുന്നു. വാങ്ങുക, വിൽക്കുക, കച്ചവടം ചെയ്യുക, വ്യാപാരം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതോ നിയമപരമായ വ്യവസ്ഥിതികൾ സംഘടിപ്പിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ വണ്ണമാക്കുന്നു. ഇത് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു വിഷമസന്ധിയാണ് വരാൻ പോകുന്നത്. ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം. എന്ത് ജ്ഞാനമാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ഉള്ള പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ വളർച്ച, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ തകർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു ജ്ഞാനമുണ്ടായിരിക്കണം എന്നാണ്. സാധാരണ ആളുകൾക്കുള്ള ജ്ഞാനമല്ല. അത് ദൈവത്തിൻ്റെ പ്ലാനുകളുടെ മൊത്തം വിലയിരുത്തപ്പെടുന്ന ആ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ നിവൃത്തിയെക്കുറിച്ചുമുള്ള അറിവാണ് ഇവിടെ വേണ്ടിയ ജ്ഞാനം. ആ ജ്ഞാനം ആവശ്യമുള്ളവർക്ക് ഇത് മനസ്സിലാക്കൂ. ആ ജ്ഞാനമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അർത്ഥങ്ങൾ. പിന്നെ ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ഇത് ഗണിച്ചെടുക്കണം. അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. ഇവിടെ ഒരു മൃഗത്തെ അവതരിപ്പിക്കുക. ഏതായി മൃഗം? ഇത് കള്ളപ്രവാചകൻ എന്ന് പറയുന്ന മൃഗം. ആ മൃഗം ഒരു മനുഷ്യനായിട്ട് ഇവിടെ ചിത്രീകരിക്കുക. ആ മൃഗത്തിൻ്റെ സംഖ്യയുണ്ട് 666. ഇതാരെ സൂചിപ്പിക്കുന്നു? തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. തെസ്സലോനിക്കയിലുള്ള ക്രിസ്ത്യാനികൾക്ക്
യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഒരു അടയാളമായിട്ട് അപ്പോസ്തലൻ പറയാണ്. യേശുക്രിസ്തു രണ്ടാമത് വരുന്നതിന് മുമ്പായിട്ട് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഏതിൽ നിന്നുള്ള വിശ്വാസത്യാഗമാണ്? സത്യങ്ങളിൽ നിന്ന് ആളുകൾ മാറ്റപ്പെടുന്നു, അസത്യങ്ങളിലേക്ക് വഴുതി വീഴുന്ന ഒരു പ്രവണത ക്രൈസ്തവ സഭയിലുണ്ടാകും. അത് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയാണെന്നാണ്. ഇത് 1-ാം നൂറ്റാണ്ട് മുതൽ ഈ വിശ്വാസത്യാഗത്തിൻ്റെ ആദി കാരണങ്ങളും ഫലങ്ങളും ഉണ്ടായി തുടങ്ങി. 2 തെസ്സലോനിക്കർ 2 അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയും. വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഇത് 1-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിച്ചതാണ്. ഇതൊരു മനുഷ്യനാണെന്ന് പറയുന്നു. ആ മനുഷ്യന്റെ സംഖ്യയാണ് ഇവിടെ 666 എന്ന് പറയുന്നത്. ഇത് ഈ മനുഷ്യന്റെ കിരീടത്തിനുള്ള പേരുണ്ട്. ദൈവപുത്രനായ വികാരി എന്നാണ്. ദൈവപുത്രനായ വികാരിയുടെ കിരീടത്തിലുള്ള ആ പേരിൻ്റെ സംഖ്യയുടെ വിലയാണ് ഇവിടെ 666 എഴുതിയിരിക്കുന്നത്. ഇത് ആരാണെന്ന് ക്രൈസ്തവ സഭയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അറിയാവുന്നവർ പോലും അത് സമ്മതിക്കുകയല്ല. സമ്മതിച്ചാൽ എന്താ കുഴപ്പം? ആ പ്രസ്ഥാനം നിന്നുപോകും. 2-3-4 വാക്യങ്ങൾ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവനും വെളിപ്പെട്ടു വരും. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്ന പൂജാവിഷയം എന്ന പേരിലുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്, ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്ന ആ വ്യക്തി, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമോ എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ആരുടെ എതിരാളിയാ? യേശുക്രിസ്തുവിൻ്റെ എതിരാളിയാ. അതിനെ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയും. എതിർ ക്രിസ്തു അന്ത്യകാലത്ത് ആദിമസഭയിൽ വരെ അവിടെ മുതൽ ഉടലെടുത്താണ് എതിർക്രിസ്തു. അതിന് അന്തിക്രിസ്തു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അന്തിക്രിസ്തു എന്ന് പറഞ്ഞൊരു ക്രിസ്തുവില്ല, ആന്റി ക്രൈസ്റ്റ് എന്ന ക്രിസ്തുവിനെതിരായിട്ട് വാഴുന്ന ക്രിസ്തു. ആ ക്രിസ്തുവാണ് ദൈവാലയത്തിലിരിക്കുന്നത്. ഏതാ? ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 3-1 പറയുന്ന ആ നാമധേയ ക്രൈസ്തവ സഭയുടെ പരമോന്നതനായിരിക്കുന്ന ആളെ കുറിച്ച് ഇവിടെ പറയുന്നു. ദൈവവചനത്തിന് ആ ചുളുക്കൊന്നുമില്ല. പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും, എഴുതിയിരിക്കും. അപ്പം ഇതിന് ഈ സംഖ്യയുള്ള അതിൻ്റെ മുദ്ര അത് കൈമേലോ നെറ്റിമേലോ ഏക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും റോമൻ കത്തോലിക്ക സഭക്കാരനായി തീർന്നെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ 17, 18 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ കാര്യം കൂടുതൽ വിശദമാകും. അത് എന്താണ്, എങ്ങനെയാണ്, എന്തെല്ലാം കച്ചവടമാണ് അവിടെ നടക്കണേ എന്നുള്ള കാര്യങ്ങൾ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കാം.